നമ്മൾ മലയാളികളെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും. ശരിക്കും പണ്ടത്തെ ഒരു പാട്ടുണ്ട്, എന്നെ പോലുള്ള കാരണന്മാരൊക്കെ ഓർക്കും പാട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല. നാഴിയൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ഇല്ലേ, കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ശരി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ശരിയാണ്. വളരെ കുറച്ച് കാര്യങ്ങളുള്ളെങ്കിലും വളരെ കുറച്ച് സാധനങ്ങളെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ലാവിഷായിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ വെച്ച് കാച്ചും. കുഴപ്പമില്ല, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇടയ്ക്കിടയ്ക്ക് കൈവശപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. അതിലേക്കുള്ള ഒരു കാര്യമാണിത്. വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നൗ വിത്ത് രമേഷ് വോയ്സ്. പച്ച മലയാളത്തിലൂടെ കേട്ടിലം ഇംഗ്ലീഷ്. എല്ലാവർക്കും നമസ്കാരം. ക്യാൻ എന്ന് പറഞ്ഞാൽ CAN എല്ലാവർക്കും അറിയാം, ഒരു പ്രശ്നമില്ല. എന്തിനാ മാഷ ഇത് വീണ്ടും വീണ്ടും പറയണമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്. അതായത് ക്യാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കഴിയും. പക്ഷേ ക്യാനിനെ കൊണ്ട് എല്ലാം കഴിയുമോ? ക്യാനിനെ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് സഹായത്തിന് വരും ബി ഏബിൾ ടു. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ കുറേ ആളുകൾ ക്യാൻ എന്ന നാഴിയൂരി പാല് കൊണ്ട് തന്നെ നാടാകെ കല്യാണം നടത്തുന്നവരാവാം. നിങ്ങൾക്കറിയാം ക്യാൻ എന്ന് വെച്ചാൽ എബിലിറ്റി അല്ലേ? അതൊരു എബിലിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കുള്ളൊരു ജനറൽ എബിലിറ്റി, ഒരു കഴിവിനെ കുറിച്ചിട്ട്. I can speak, she can speak, they can speak, we can speak English. I can speak English, they can speak English, we can speak English, it can speak English, my parrot can speak English. ഓക്കെ, ഒരു വ്യത്യാസമില്ല, വളരെ ഈസി. I can't speak English, we can't speak English, they can't speak English, my parrot can't speak English. എല്ലാം can അല്ലെങ്കിൽ എല്ലാം can't. കഴിയും, കഴിയില്ല. Raju can speak English, Reena can speak English. Raju and Reena can speak English. വളരെ എളുപ്പം. അതുപോലെ തന്നെയാണ് be able to. ബിയുടെ വീഡിയോസിലൂടെ കടന്നുപോയവർ ഭാഗ്യവാന്മാർ. ഇത്തരം രസനീയ നിമിഷങ്ങൾ അവർക്കുള്ളതാകുന്നു. അല്ലാത്തവർ നിർഭാഗ്യവാന്മാരല്ല. പക്ഷേ അല്പം കൂടി ഇതൊക്കെ രസനീയമായിട്ട് ആസ്വദിക്കാൻ പറ്റും. be able to. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളിൻ, ബിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈസ്, വാസ്, വേർ, ആം ഇതൊക്കെ യൂസ് ചെയ്യാം. അതാണ് ഈ ബി ഏബിൾ ടു. ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ബിക്ക് അവിടെ ആം. ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ദേ ആർ ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. കണ്ടോ? ഏബിൾ ടു, ബി ഏബിൾ ടു വെച്ചിട്ട് നമുക്ക് ക്യാൻ പറയുന്ന പോലെ പറയാം. ഒരു പ്രശ്നവുമില്ല. വളരെ കുറവ് ആളുകളാണിത് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ഒരു കുഴപ്പമില്ല. കാരണം സാധാരണ കൊലോക്വൽ ഇംഗ്ലീഷിൽ, സംസാര ഭാഷയിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് ക്യാൻ വെച്ച് പറഞ്ഞാൽ മതി, വർത്തമാന അവസ്ഥയിൽ. അപ്പോൾ അതാണ് നല്ലത്. അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ ഒരു പ്രശ്നം സോൾവ് ചെയ്തു നമ്മൾ. അതിൻ്റെ കാര്യം നമുക്ക് തീരുമാനമായി. നെക്സ്റ്റ് പോകാം നമുക്ക്. എന്താണ്? നിങ്ങൾക്കറിയാം, ഒരു സ്കില്ല് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നത് കഴിഞ്ഞിരുന്നു എന്ന് പറയാനായിട്ട്, കഴിയുമായിരുന്നു എന്ന് പറയാനായിട്ട് ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് could. Very easy. I could speak Chinese. She could speak Chinese. They could speak Chinese. When I was at school, I could play the piano. ഇതൊക്കെ നമുക്ക് be able to വെച്ച് പറയാം. I was able to speak Chinese. She was able to speak Chinese. When she was at school, she was able to play the piano. They were able to speak Chinese. They were able to play the piano. Play the piano. Play shuttle badminton. ഇത് ഉപയോഗിക്കണം. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, സോ were able to, was able to. കഴിഞ്ഞിരുന്നു കുഡിന് പകരം യൂസ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ സായിപ്പ് ഒരു ചെറിയൊരു ഉടക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നില്ല, കഴിയുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് സായിപ്പിന് പറ്റില്ല. അതായത് കഴിഞ്ഞ കാലത്തെ, ഒരു ഭൂതകാലത്തെ പാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അങ്ങനത്തെ ഒരു സന്ദർഭം എടുത്തു പറയുമ്പോൾ എനിക്കത് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ, അവിടെ ഒരു പ്രത്യേക സംഭവത്തെ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ കുഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സായിപ്പ് പറയണം. അതായത്
നമ്മൾ ഏതോ ഒരു ഇനോഗ്രേഷന് പോകുന്നു, ഒരു ഫിലിം സ്റ്റാർ, ഉദാഹരണത്തിന് മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടി അവിടെ വരുന്നുണ്ട് ഉദ്ഘാടകനായിട്ട്. ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ നമ്മളുടെ ഫ്രണ്ടിനോട് പറയാണ്, എനിക്ക് മമ്മൂക്കയോട് സംസാരിക്കാൻ കഴിഞ്ഞു, സംസാരിക്കാൻ പറ്റി. നമ്മളങ്ങനെ പറയും. അവിടെ നമ്മൾ ഐ കുഡ് ടോക്ക് ടു മമ്മൂട്ടി എന്ന് പറയരുതെന്നാണ് പറയണത്. അവിടെ ഐ വാസ് ഏബിൾ ടു ഉപയോഗിക്കണം. ഐ വാസ് ഏബിൾ ടു ടോക്ക് ടു മമ്മൂട്ടി എന്ന് പറയണം. അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ, പ്രത്യേകം എടുത്തു പറയുന്ന പാസ്റ്റിലെ അത്തരം സംഭവങ്ങളിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുഡ് അല്ല ഉപയോഗിക്കേണ്ടത്, ബി ഏബിൾ ടു വെച്ച് പറയണം. അതായത് വാസ് ഏബിൾ ടു ഓർ വെർ ഏബിൾ ടു. ഐ വാസ് ഏബിൾ ടു ടോക്ക് ടു മമ്മൂട്ടി. ഇങ്ങനെയാവാം, എനിക്കറിയില്ല. അതായത് നമ്മൾക്ക് മമ്മൂട്ടിയോട് നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു സൂപ്പർ താരത്തിനോട് സംസാരിച്ച് ചെറുപ്പത്തിലേക്ക് ശീലിച്ച് നമുക്കുണ്ടാക്കിയ ഒരു കഴിവല്ല അത്. അവിടെ സെക്യൂരിറ്റിയുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോൾ, അല്ലെങ്കിൽ ആ വടം കെട്ടി നമ്മളെ മാറ്റി നിർത്തിയിരുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ നമുക്കൊന്ന് പോകാൻ പറ്റി. ആ നേരത്ത് മമ്മൂക്ക നമ്മളെ കാണുകയും എന്തോ ഹലോ ഹായ് എന്ന് പറയാൻ മമ്മൂക്കയ്ക്ക് തോന്നുകയും തിരിച്ച് ഹലോ ഹായ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്തു. അത് ആ നിമിഷം, ആ സമയം, ആ പ്രത്യേക സംഭവത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളുടെ ഉള്ള ഒരു കഴിവല്ല. സോ അവിടെയൊക്കെ നമ്മൾ വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വെർ ഏബിൾ ടു, ബി ഏബിൾ ടു ഉപയോഗിക്കണം. ഐ വാസ് ഏബിൾ ടു ടോക്ക് ടു മമ്മൂട്ടി. ഷി വാസ് ഏബിൾ ടു ടോക്ക് ടു. ദേ വേർ ഏബിൾ ടു ടോക്ക് ടു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശരിയായി. എന്താണ്? നമുക്ക് കഴിഞ്ഞ കാലത്തെ പ്രത്യേകമായിട്ടുള്ളൊരു സംഭവത്തെ എടുത്ത് പറയുമ്പോൾ അതിൽ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാനായിട്ട് നമ്മൾ ബി ഏബിൾ ടു ഉപയോഗിക്കണം, അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഇനി സായിപ്പ് പിന്നെ ഒരു ഉടക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു ടോക്ക് ടു മമ്മൂട്ടി എന്ന് പറയാം. ഐ കുഡിൻറ്റ് ടോക്ക് ടു മമ്മൂട്ടി എന്ന് പറയാം. കുഡിൻറ്റ് അവിടെ ഉപയോഗിക്കാം. കഴിഞ്ഞില്ല എന്നുള്ളതിന് അത് ഉപയോഗിക്കാം. കഴിഞ്ഞു എന്നുള്ളതിന് ഒരു പ്രത്യേക സംഭവത്തിൽ കുഡ് ഉപയോഗിക്കരുത്. വാസ് ഏബിൾ ടു, ബി ഏബിൾ ടു ഉപയോഗിക്കണം. ഷി വാസ് നോട്ട് ഏബിൾ ടു ടോക്ക് ടു മമ്മൂട്ടി. ഷീ കുഡിൻറ്റ് ടോക്ക് ടു മമ്മൂട്ടി. ദേ കുഡിൻറ്റ് ടോക്ക് ടു മമ്മൂട്ടി. വി കുഡിൻറ്റ് ടോക്ക് ടു മമ്മൂട്ടി. ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ കാലത്തെ പാസ്റ്റിലെ ഒരു കാര്യം പറയുമ്പോൾ കഴിഞ്ഞു എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ബി ഏബിൾ ടു വേണം. കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് കുഡിൻറ്റ് ആവാം, പിന്നെ ബി ഏബിൾ ടു ആവാം. ഐ വാസ് നോട്ട് ഏബിൾ ടു ടോക്ക് ടു മമ്മൂട്ടി. ഐ കുഡിൻറ്റ് ടോക്ക് ടു മമ്മൂട്ടി. ഒരു പ്രശ്നമില്ല. ഇനി മറ്റൊരു ചെറിയ ഉടക്കം കൂടി ഉണ്ട് ഇവിടെ. അതായത് സ്റ്റേറ്റീവ് വേർബ്. എന്താണ് സ്റ്റേറ്റീവ് വേർബ്? ഒന്നുമില്ല, അവിടെ പ്രത്യേകിച്ചൊരു ആക്ഷൻ ഇല്ലാത്ത, ആക്ഷൻ വേർബ് അല്ല, അതിന് സ്റ്റേറ്റീവ് വേർബ് എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മുടെ ചിന്തകളും വികാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ഹിയർ, സീ, ടേസ്റ്റ്, സ്മെൽ, അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുഡ് ഉപയോഗിക്കാം. അത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ നമുക്ക് ബി ഏബിൾ ടു വെച്ച് എന്തും പറയാം. അപ്പോൾ അങ്ങനെ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ പ്രശ്നമില്ല. അതായത് ഐ കുഡ് സീ, ഐ കുഡ് ഹിയർ, ഓർ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്, ഇവിടെയൊക്കെ നിങ്ങൾ വാസ് ഏബിൾ ടു വെച്ച് പറയണമെന്നില്ല, അല്ലെങ്കിൽ വേർ ഏബിൾ ടു വെച്ച് പറയണമെന്നില്ല, കുഡ് വെച്ച് പറയാം. ഇതാണ് അതിലത്തെ ഒരു വ്യത്യാസം. അതിത്തരം സാധാരണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് പരിചയമാകുമ്പോൾ കുഡ് എവിടെയാണ് വരിക, ബി ഏബിൾ ടു എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. ഈ ബി ഏബിൾ ടു വളരെ കുറവ് ആൾക്കാരാണ് യൂസ് ചെയ്ത് കാണാറുള്ളത് സാധാരണ. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നവർ കേട്ടോ, എല്ലായിടത്തും ക്യാനും അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ വർത്തമാനം കഴിഞ്ഞു, ഭൂതം കഴിഞ്ഞു, ഇനി ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അതായത് പ്രസൻറ്റ് കഴിഞ്ഞു, പാസ്റ്റ് കഴിഞ്ഞു, ഇനി ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക? 6 മാസം ഒന്ന് കഠിനമായിട്ട് ശ്രമിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാം, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാം. If you spend 6 months, you can speak English fluently. പറയാൻ പാടില്ല. If you spend 6 months, you will be able to speak English fluently എന്ന് പറയണം. Will be able to പറയണം. കാരണം അത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കഴിവാണ്, നമുക്കുള്ള ഒരു ജനറൽ എബിലിറ്റി അല്ല, പിള്ളതല്ല. 6 മാസം ശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാൻ പോകുന്നതാണ്. ആ 6 മാസം കഴിഞ്ഞിട്ട് പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യാൻ ഉപയോഗിക്കാം. കാരണം അപ്പോൾ നിങ്ങളുടെ അത് പ്രസൻറ്റായി മാറും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാം. ഇപ്പോൾ പറ്റില്ല. സോ ഇഫ് യു സ്പെൻഡ് 6 months, യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയണം. യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. നിങ്ങൾക്കത് കഴിയും. യു വിൽ ബി ഏബിൾ ടു ക്ലൈംബ് ദർ. നിങ്ങൾക്കവിടെ
കയറാൻ കഴിയും. മറ്റൊരുപാട് സന്നാഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നവർ എത്ര പേര് ഇപ്പോൾ വിൽ ബി ഏബിൾ ടു ആണ് മിക്കവാറും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇവിടെയും പക്ഷേ ഫ്യൂച്ചറിൽ നമ്മളുടെ ചില ഡെസിഷൻസ്, ചില അറേഞ്ച്മെൻറ്റ്സ്, അവിടെ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഐ ക്യാൻ അറ്റൻഡ് ദ ക്ലാസ് നെക്സ്റ്റ് വീക്ക്, അത് പറയാം. ഐ വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ദ ക്ലാസ് നെക്സ്റ്റ് വീക്ക്, രണ്ടും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? പ്രസൻറ്റ് ടെൻസിൽ കഴിയും എന്നുള്ളതിന് ക്യാൻ ആൻഡ് ബി ഏബിൾ ടു രണ്ടും യൂസ് ചെയ്യാം. പക്ഷേ ക്യാനാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യാറുള്ളത്. 2, പാസ്റ്റിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക സംഭവത്തിനാണെങ്കിൽ വാസ് ഏബിൾ ടു ഓർ വെർ ഏബിൾ ടു ആണ് പറയേണ്ടത്. പക്ഷേ അത് സ്റ്റേറ്റീവ് വേർബ് ആണെങ്കിൽ, ഓക്കെ, നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ കുഡ് പറയാം. അതുപോലെ കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ട് നെഗറ്റീവ് പറയാൻ കുഡൻറ്റ്, ഒരു കാര്യം കഴിഞ്ഞില്ല, കുഡൻറ്റ് പറയാം. വാസ് നോട്ട് ഏബിൾ ടു ഓർ were not able to, രണ്ടും പറയാം. ഭാവിയെക്കുറിച്ചാണെങ്കിൽ വിൽ ബി ഏബിൾ ടു, ഉണ്ടാകാൻ പോകുന്ന ഒരു കഴിവാണ് വിൽ ബി ഏബിൾ ടു. പക്ഷേ നമ്മുടെ പ്ലാൻസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് അതിനെക്കുറിച്ചിട്ട് നമുക്ക് ക്യാൻ പറയാം. പക്ഷെ കൂടുതലും മറ്റേതാണ് വരിക, വിൽ ബി ഏബിൾ ടു. അപ്പോൾ ഇനി 4-5 തുമ്പിയാക്കണ്ട, നാഴിയൂരി പാലും മാത്രമാക്കണ്ട, കുറച്ചുകൂടി ലാവിഷാവും കാര്യങ്ങൾ, അല്ലേ? എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.